മച്ചന്മാരെ അങ്ങനെ ഫയലിൽ നമ്മൾ കാത്തിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയുടെ അപ്ഡേറ്റും കാര്യങ്ങളും പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ്റെ അകത്ത് നമ്മുടെ ഇന്നോവ കാറും മെക്ലാറിനും അതുപോലെ തന്നെ നമ്മുടെ ആർജിസ്മിനും അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് എടുക്കുന്നതും, അതുപോലെ നമ്മുടെ GTA 5 കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയും, അതുപോലെ തന്നെ നമ്മുടെ പഴയ ഐറ്റംസും കാര്യങ്ങൾ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴാണ് ഗെയിമിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നതും കൂടെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതുവരെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് തന്നെ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ മെക്ലാറിൻ കാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ നമ്മുടെ റിവീലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4000 എന്ന് കോൾ ചെയ്ത് തന്നെ നമുക്ക് മെക്ലാറിൻ്റെ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും എടുത്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും എടുത്ത് നോക്കേണ്ടതാണ്. ഇത് അപ്ഡേറ്റിന് ശേഷമാണ് ഇതെടുത്ത് നോക്കേണ്ടത്. അപ്പം അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പം നിലവിൽ വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ വേണ്ടി കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാത്രിത്തോടകം അല്ലെങ്കിൽ നാളെ രാവിലത്തോടകമേ വരത്തുള്ളൂ. കാരണം നമുക്കിതൊരു ഗൂഗിളിനകത്ത് നിന്നൊരു ഇത് കിട്ടിയിട്ടില്ല, ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആഡായിട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രാത്രി വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തന്നെ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നോവ കാറിന് ചിപ്പ് കോഡും കാര്യങ്ങളും 1207 എന്ന് കോൾ ചെയ്ത് തന്നെ നമ്മുടെ ഇന്നോവ കാറും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നോവ കാറിൻ്റെയും ചിപ്പ് കോഡ് നമ്മളിവിടെ റിവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന അപ്ഡേറ്റിനകത്തോട്ടുള്ള 2 കാറിൻ്റെയും ചിപ്പ് കോഡും കാര്യങ്ങളും നമ്മളിവിടെ റിവീൽ ചെയ്ത് ഇന്നോവ കാറിൻ്റെ ചിപ്പ് കോഡും അതുപോലെ തന്നെ മെക്ലാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ റിവീൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർജിസ് മെനുവിൻ്റെ അത് പുതിയ ഫീച്ചർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആർജിസ് മെനു കാര്യങ്ങളൊക്കെ എടുക്കുമ്പം താഴെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ആ ഓപ്ഷൻസിലോട്ട് നമ്മളിപ്പോൾ ലോഡ് ചെയ്യുന്ന ഏത് ഐറ്റമും കാര്യങ്ങളും ഏത് ലിങ്ക് കാര്യങ്ങളും ആഡ് ചെയ്താലും നമുക്ക് താഴെ അത് ഇവിടെ ആയിട്ട് കാണുന്നതായിരിക്കും. ഒറ്റ ക്ലിക്കിൽ പ്രസ് ചെയ്ത രീതി കൊണ്ടുവരുന്ന രീതിയിലായിട്ട് നമ്മുടെ ഫീച്ചർ കാര്യങ്ങളും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫീച്ചറിനകത്ത് നമ്മളിപ്പോൾ ലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ പങ്കിൻമാനാണ് വേണമെങ്കിൽ പങ്കിൻമാൻ ആഡ് ചെയ്യുമ്പം ആദ്യം ഒരു വട്ടം പങ്കിൻമാൻ അവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് ഫോണൊന്ന് ബാക്ക് എടുത്തിട്ട് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പങ്കിൻമാൻ്റെ പേര് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അവിടെ പേരിന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പങ്കിൻമാൻ സ്പോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമുക്ക് പിന്നെയും പോയി ഗെയിമൊക്കെ റീഫ്രഷ് ആയിട്ട് തിരിച്ച് കയറുമ്പോൾ നമ്മൾ പിന്നെയും പോയി ലിങ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ലിങ്കിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. ലിങ്ക് കിട്ടുന്നില്ല, ലിങ്ക് വർക്ക് ആവുന്നില്ല എന്ന് വെച്ചാൽ ആദ്യം എടുത്തതിന് ശേഷം രണ്ടാമത് നിങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറും കാര്യങ്ങളും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കും. നമ്മുടെ ആർജിസ് മെനുവിനകത്ത് ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളാണ് ഇവിടെ താഴെ വന്നതിന് ശേഷം താഴെ കുറച്ച് ഓപ്ഷൻസ് അതിലുണ്ട്. അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ GTA 5 ക്ലിക്ക് ചെയ്യുന്നുണ്ട്. GTA 5 ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് നേരം ലോഡും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ലോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ GTA 5 കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർജിസ് മെനുവിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റിന് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ പോർഷ്യ കാറ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കാറും കാര്യങ്ങളാണ് നമ്മുടെ പോർഷ്യ. അപ്പോൾ പോർഷ്യയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ റിമൂവ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ 4000 അകത്ത് പോർഷ്യ കാറ് കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. നമുക്കിപ്പോൾ കറൻ്റ് എടുത്ത് നോക്കി നമ്മുടെ പോർഷ്യ കാറ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ പോർഷ്യ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോർഷ്യയുടെ ലിങ്കും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫയൽ മാനേജറിനകത്തോട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഫയൽ മാനേജറിനകത്ത് എവിടെയാണ് കിടക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് പോർഷ്യ കാർ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഇവിടെ പോർഷ്യ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരെ ബാക്ക് പോവാണ്. എൻ്റെ ഫോണിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇനി ഞാൻ ഇത് ഗെയിമും കാര്യങ്ങളും എടുക്കുവാണ്. ഗെയിം എടുത്തതിന് ശേഷം എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ കയറി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്ലേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലേ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഗെയിമിനകത്ത് എൻട്രും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. എൻ്റർ ആയതിന് ശേഷം നമ്മൾ നേരെ ആണെങ്കിൽ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതിൻ്റെ നമ്മൾ ആർജിസ് മെനു എടുക്കേണ്ടതാണ്. അപ്പം ഇത് ഇപ്പം ചെയ്യരുത് നിങ്ങളെല്ലാവരും. ഇപ്പം ചെയ്ത് തന്നെ വേസ്റ്റാണ്, അത് വർക്ക് ആവത്തില്ല. പിന്നെ ലിങ്ക് ബഗ് ആവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമുക്ക് അപ്ഡേറ്റിന് ശേഷം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ ഒരു ഓപ്ഷൻ കൂടെ വരും. അപ്പോൾ പോർഷ്യ ആഡ് ചെയ്യുമ്പോൾ അവിടെ പോർഷ്യ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പോർഷ്യ എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം ക്ലിക്ക് ചെയ്താൽ തന്നെ
പോർഷയുടെ കാറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പോഴല്ല, അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലെങ്കിൽ പിന്നെ അത് വർക്കാവാതെ പോകുമായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഡെമോ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യരുത്. നിങ്ങൾ അപ്ഡേറ്റിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് 4000 അടിക്കും. നിങ്ങൾക്ക് പോർഷയാണ് വരുന്നത്, മെക്ലാറിനാണോ വരുന്നത് നോക്കിയതിന് ശേഷം മെക്ലാറിനാണോ വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കും കാര്യങ്ങളും എടുത്ത് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ ആർജിഎസ് മെനു എടുക്കുക. എന്നിട്ട് അതിൻ്റെ അത് ലോഡും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പോർഷെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പം നിങ്ങൾക്ക് താഴെയായിട്ട് പോർഷെ എന്ന് പറയുന്നൊരു ടാഗ് കാര്യങ്ങൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ പോർഷെ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ GTA 5 മൂഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. GTA 5 മൂഡും കാര്യങ്ങൾ ഈ അപ്ഡേറ്റിനൊക്കെ അത് കൊണ്ടുവരും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പം ഉള്ള സിറ്റി വെച്ചെന്ന് വെച്ചാൽ ഇത്രയും പണിഞ്ഞ് ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അത് മതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇനി GTA 5 കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ആർജിഎസ് മെനു എടുക്കേണ്ടതാണ്. അവിടെ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ നമുക്കാണെങ്കിൽ GTA 5 കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ ബീറ്റ വേർഷനും കാര്യങ്ങളാണ്. ബീറ്റയ്ക്കകത്ത് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷമായിരിക്കും കിട്ടുന്നത്. അപ്ഡേറ്റിന് ശേഷം എന്തായാലും നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി എടുക്കാമെന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന രീതി മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒറ്റവട്ടം ആഡ് ചെയ്താൽ മതി. ഇപ്പം നമുക്കാണ് ഇങ്ങനെ കറൻറ്റ്ലി ഇപ്പോൾ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ബാക്ക് പോയിട്ട് ആർജിഎസ് ടൂൾ കാര്യങ്ങളൊക്കെ എടുത്ത് ആർജിഎസ് CM എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരണം. ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ അപ്ഡേറ്റിന് ശേഷം, അപ്ഡേറ്റിന് മുമ്പല്ല, അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഈ GTA 5 ലിങ്കും കാര്യങ്ങളും കിട്ടുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റിന് ശേഷമേ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാവുള്ളൂ. അപ്ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ സാധാ ഇതിനകത്ത് കയറി ചെയ്യാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ ബഗ്ഗായി പിന്നെ നിങ്ങൾക്ക് GTA 5 കളിക്കാൻ പറ്റാത്തതാകും. എന്ന് വെച്ചാൽ GTA 5 ലിങ്കും കാര്യങ്ങളൊക്കെ വർക്കാവാതിരിക്കും. അപ്പം ഞങ്ങൾ ഇടുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ റീഫ്രഷ് ചെയ്തായിരിക്കും ഇടുന്നത്. പക്ഷേ നിങ്ങൾക്കത് കിട്ടത്തില്ലായിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു വട്ടം ട്രൈ ചെയ്ത് ഫെയിൽഡ് ആയതിനു ശേഷം പിന്നെ അത് വർക്കാവത്തില്ല ഗെയിമിൽ. അപ്പം എല്ലാവരുടെയും മിസ്റ്റേക്ക് അതാണ്. എന്ന് വെച്ചാൽ 10-15 വട്ടം ഒരേ ലിങ്ക് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ ഒരു വട്ടം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അത് വർക്കാവത്തില്ല. ആ ലിങ്ക് എന്നല്ല, പുതിയൊരു ലിങ്ക് എടുത്തിട്ടാലും വർക്കാവത്തില്ല. കാരണം നമ്മുടെ ഗെയിമിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമുക്ക് ലോ എൻഡ് ഡിവൈസിലും അതുപോലെ തന്നെ നമുക്ക് കംപ്രസീവായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിലെന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ പിന്നെ നമുക്കത് മാറണമെങ്കിൽ അത് ബഗ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ബഗ് ഇഷ്യൂ നമുക്ക് അപ്ഡേറ്റിലേ മാറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ലിങ്കും കാര്യങ്ങൾ കിട്ടുമ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം ചെയ്യുള്ളൂ. അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. അപ്പം സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ സ്റ്റെപ്സ് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്താലും മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഫസ്റ്റ് ലിങ്ക് കിട്ടുമ്പോൾ ലിങ്ക് കോപ്പി ചെയ്ത് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയി നിങ്ങൾ അപ്ലോഡും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങളത് ജസ്റ്റ് എന്നോട് വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ലിങ്ക് റീഫ്രഷ് ചെയ്ത് തരും. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് വെച്ച് പിന്നെയും അതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവത്തില്ല. അപ്പം എന്തോന്ന് വെച്ചാൽ നിങ്ങൾ നെറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലിങ്കിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ലിങ്ക് വർക്കാവുന്നില്ലെങ്കിൽ ഒറ്റവട്ടം യൂസ് ചെയ്തിട്ട് വർക്കായില്ലെങ്കിൽ പിന്നെ നിങ്ങളത് ആ ലിങ്ക് തന്നെ വെച്ച് ശ്രമിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ അപ്ഡേറ്റ് കാര്യങ്ങൾ നൈറ്റിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ്.